ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള വെസ്റ്റ് ഏഷ്യ ഡെവലപ്മെൻറ്റ്സ് ആണ്. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ്. ഇറാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഞങ്ങൾ ക്രൂഡ് ഓയിലിൻ്റെ വില 200-ലെത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്ലോബലി തന്നെ ഈ ഒരു വാർത്ത കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വീണ്ടും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ പൊസിഷനാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ജിയോ പൊളിറ്റിക്കലി യൂറോപ്പിൻ്റെ പൊസിഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം അമേരിക്കയുടെ താല്പര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ റെഫ്യൂജികളെ ടേക്ക് കെയർ ചെയ്യുന്ന ഈ യൂറോപ്പിനെ അമേരിക്കയ്ക്ക് താല്പര്യമില്ല. നിലവിലെ ഇറാനെ ആക്രമിക്കണം എന്നുള്ള നിലയിൽ ഇറാനിലെ റെജീം ചേഞ്ച് വരുത്തണം എന്നുള്ള താല്പര്യത്തോടു കൂടി യൂറോപ്പ് ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്കയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഈ യുദ്ധം തുടങ്ങിയത്. ഇപ്പം അമേരിക്കയും ഇസ്രായേലുമാണ് യുദ്ധം തുടങ്ങിയതെങ്കിലും പ്രത്യക്ഷത്തിൽ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത് യൂറോപ്പിനാണ് ആദ്യമായിട്ട്. ഇന്ത്യക്കുണ്ട് പ്രതിസന്ധി, ഇന്ത്യക്കില്ല എന്നില്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും പ്രതിസന്ധി തന്നെയാണ്. കാരണം ഈ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് ഒരു നിർണായക പോയിന്റാണ്. പല രാജ്യങ്ങൾക്കും പലതരത്തിലുള്ള കമ്മോഡിറ്റീസ് നടക്കുന്ന ഒരു സെൻട്രൽ കണക്റ്റിംഗ് പോയിന്റാണ്. ആ പോയിന്റിലാണ് ഇപ്പം യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ചെറിയ രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ യൂറോപ്പിന് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം റഷ്യൻ എണ്ണയും വെനിസുല എണ്ണയുമാണ് മാർക്കറ്റിലുള്ളത്. അമേരിക്കയുടെ പക്കൽ അവരുടെ റിസർവ് ഓയിലായിട്ട് 415 മില്യൺ ബാരൽസ് അവരുടെ കയ്യിലുണ്ട്. 415 മില്യൺ ബാരൽസ്. പക്ഷേ അത് അവർ പുറത്തിറക്കില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു 2 വർഷത്തേക്ക് ഈ റിസർവ്ഡ് ഓയിൽ അവർക്ക് മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ടെൻഷൻ ഫ്രീ ആണ്. അപ്പം യൂറോപ്പ് പറയുന്നത് നിങ്ങളുടെ റിസർവ് കാറ്റഗറിയിലുള്ള ആ ഓയിലും കൂടി മാർക്കറ്റിലേക്ക് ഇറക്കൂ, എന്നാൽ ഈ ഓയിലിൻ്റെ പ്രൈസ് ഇങ്ങനെ ഉയർന്നു പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കും എന്നാണ് യൂറോപ്പ് പറയുന്നത്. പക്ഷേ അമേരിക്ക, ഞാൻ എന്തിനാണ് ഇത് ഇറക്കുന്നത്, എനിക്കെന്ത് വന്നിട്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഇത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. ആ റിസർവ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വക്കലുള്ള റിസർവ് ഓയിൽ നിങ്ങൾ എടുത്തോളൂ. ഏതാണ്ട് യൂറോപ്പിലും ഇതേപോലെ 400+ ബാരൽസ് അവരും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവരുടെ റിസർവിൽ നിന്ന് എടുക്കാമല്ലോ. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ടൈം ലൈൻ എത്ര കാലം എടുക്കും എന്നുള്ളതിൻ്റെ ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ റിസർവ്ഡ് ഓയിൽ എടുത്ത് യൂസ് ചെയ്യാനും പേടിയാണ്. കാരണം അത് തീർന്നു കഴിഞ്ഞാലും യുദ്ധം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റഷ്യയെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കണം, റഷ്യക്ക് ഏതാണ്ട് 22 പ്രാവശ്യം സാങ്ഷൻസ് അടിച്ചു കൊടുത്ത രാജ്യങ്ങളാണ് ഈ യൂറോപ്പ്. അവരുടെ ഷാഡോ ഫ്ലീറ്റ് വന്നാൽ പിടിക്കും, അവരുടെ എണ്ണ കൊണ്ട് ഏതെങ്കിലും ഒരു കപ്പൽ പോയി കഴിഞ്ഞാൽ ഇവർ പിടിക്കും. അതായത് രാജ്യങ്ങൾ അതിർത്തികൾക്കപ്പുറം പോയിട്ട് ഇവർ പിടിക്കുകയാണ്. അമേരിക്കയെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു പലതരത്തിലും. ഇന്ത്യക്കിട്ടൊക്കെ ഈ സാങ്ഷൻസ് കൊണ്ടുവന്നതിലും ഈ 25% പുനറ്റീവ് താരിഫ് ഒക്കെ കൊണ്ടുവന്നതിലൊക്കെ യൂറോപ്പിനും പരോക്ഷമായിട്ട് പങ്കുണ്ട്, ഇല്ലാന്നില്ല. അപ്പം അമേരിക്ക ആ തീരുമാനം എടുക്കുന്നത് യൂറോപ്പിന് വേണ്ടിയിട്ട് എന്തോ ഞങ്ങൾ നല്ലത് ചെയ്യുന്നു എന്നുള്ള ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കണക്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്തിരുന്ന യൂറോപ്പ് ഇന്ന് പെട്ടുകിടക്കാണ്. കാരണം ഇപ്പം $120 പെർ ബാരലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രൂഡ് ഓയിൽ. ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് സപ്ലൈ ഇല്ല. ബെവ്കോ എന്ന് പറഞ്ഞ ബഹ്റൈൻ്റെ ഓയിൽ കമ്പനിയിൽ ഡ്രോൺ പതിച്ച് അവിടെ അവർ പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ്. അവർ സപ്ലൈ ഹാൾട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ ഖത്തറാണെങ്കിൽ ഇപ്പോഴും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് സപ്ലൈ തുടങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു തീരുമാനവും പറയുന്നില്ല. ഖത്തറും ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ നാച്ചുറൽ ഗ്യാസും ബുദ്ധിമുട്ടാണ്, ഓയിലിൻ്റെ അവൈലബിലിറ്റിയും ബുദ്ധിമുട്ടാണ്. ഇതിനകത്തിപ്പം $120 ആയിക്കോട്ടെ, കുഴപ്പമില്ല, $150 ആകട്ടെ, പക്ഷേ അവൈലബിൾ ആവണമല്ലോ. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ ഓയിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. ജിയോ പൊളിറ്റിക്കൽ വലിയ ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പം നിലവിൽ ഉണ്ടായിരിക്കുന്ന ഈ ടെൻഷൻ കൊണ്ട്. അതായത് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ കോൺഫ്ലിക്റ്റ് കൊണ്ട്, ഈ വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്റ്റ് കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ആണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളുടെയും സ്റ്റോക്ക് മാർക്കറ്റിൽ വൻ വീഴ്ചയാണ്. ഇന്ത്യയൊക്കെ തകർന്നടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് സ്റ്റോക്ക് മാർക്കറ്റ്. അത്തരത്തിൽ ഇടിവ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. റുപ്പിയുടെ വാല്യൂ ഒക്കെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ റഷ്യ ഗ്രീൻ ലൈറ്റാണ്. റഷ്യ നല്ല ഗ്രീൻ ലൈറ്റ് കാണിക്കുന്നുണ്ട്, ഗ്രീൻ സൈനാണ്, നല്ല പ്രോസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ എന്താണ് സംഗതി? 22 പ്രാവശ്യം സാങ്ഷൻ വാങ്ങിക്കൂട്ടിയ റഷ്യ, സ്വിഫ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട റഷ്യ, അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ നിരന്തരം ചോദ്യചിഹ്നമായി നിന്നിരുന്ന റഷ്യ, അവരിപ്പം നല്ല രീതിയിൽ ഫിൽത്തി ആവുകയാണ്, വെൽത്തി ആവുകയാണ്. ഇത് യൂറോപ്പിന് എങ്ങനെ താങ്ങാനാവും? ശരിക്കും യുദ്ധം ഇറാനുമായിട്ടാണോ അല്ലെങ്കിൽ യൂറോപ്പുമായിട്ടാണോ? ഈ ചോദ്യത്തിന് വളരെ വളരെ പ്രസക്തിയുണ്ട്. ചിലപ്പം പലരും വിചാരിക്കും ഇത് താൽക്കാലികമാണ്, ടെമ്പററി ആണെന്നൊക്കെ വിചാരിച്ചാലും, പക്ഷെ നിലവിൽ ഇങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്
നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. ഇറാൻ ആണെങ്കിൽ ഞങ്ങൾ 6 മാസം യുദ്ധം നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓയിൽ പ്രൈസ് 200ലേക്ക് എത്തിക്കും എന്നുള്ള ഭീഷണിയും കൂടി അവർ മുഴക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ എല്ലാം തകർക്കാനുള്ള കംപ്ലീറ്റ് പദ്ധതികൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് ഇറാൻ വിളിച്ചു പറയുന്നത്. മിഡിൽ ഈസ്റ്റ് ശരിക്കും ടെൻസ്ഡ് ആണ്. ഈ മൊജ്തബ ഖമനേയി ആയത്തുള്ള ഖമനേയേക്കാളും വളരെ വളരെ കർശനമായ തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള വ്യക്തിയാണ്. ആയത്തുള്ള അലി ഖമനേയി പോലും പ്രായത്തിനെ മാനിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കാണിക്കുമായിരുന്നു. പക്ഷേ മൊജ്തബ ഖമനേയി അങ്ങനത്തെ ഫ്ലെക്സിബിലിറ്റികളൊന്നും കാണിക്കാറില്ല. വളരെ കർശനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നാണ് ഇപ്പോൾ ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്തകൾ. ഇറാന്റെ ഉള്ളിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1300, ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം 12,000 കഴിഞ്ഞിരിക്കുന്നുള്ളതാണ് ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. ഇറാൻ ഇസ്രായേലിന് നേരെ തുടർച്ചയായിട്ട് മിസൈലുകൾ അയക്കുന്നുണ്ട്. അത് അവർക്കൊരു എണ്ണമുണ്ട്. ആ എണ്ണത്തിനനുസരിച്ച് അവർ കൃത്യമായിട്ട് ഒരു ഡിസിപ്ലിനോട് കൂടിയാണ് ഇറാൻ മിസൈലുകൾ അയക്കുന്നത്. അവരുടെ കയ്യിലുള്ള മുഴുവൻ സ്റ്റോക്കുകളും തീർക്കാൻ അവർ തയ്യാറല്ല. അതാണ് അവരുടെ മിസൈൽ അയക്കുന്ന ആ ഒരു ഡിസിപ്ലിൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവർക്ക് ചില പദ്ധതികളുണ്ട്, അത് കണക്ക് കൂട്ടിയാണ് അവർ ഈ മിസൈൽ എയർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ക്ലസ്റ്റർ വാർഹെഡോട് കൂടിയ മിസൈൽ വന്ന് പതിച്ചത് ഇന്നലെ ടെല്ലവീവിലാണ് ഈ മിസൈൽ വന്ന് പതിച്ചത്. ഈ മിസൈൽ വന്ന് പതിച്ചതിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 2 പേർക്ക് ഗുരുതരമായ പരിക്ക്. IDF ക്ലെയിം ചെയ്യുന്നത് 1900 IRGC ഉദ്യോഗസ്ഥരെ ഞങ്ങൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ക്ലെയിം IDF വെക്കുന്നുണ്ട്. നിരവധി പേരുടെ പേര് വിവരമൊക്കെ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 1900 പേരുടേതും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇവർ എലിമിനേറ്റ് ചെയ്ത ലീഡേഴ്സിന്റെ പേരുകളൊക്കെ IDF പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇസ്രായേൽ 6 ഇറാനിയൻ മിലിറ്ററി ബേസുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. 6 ഇറാനിയൻ മിലിറ്ററി ബേസുകൾക്ക് നേരെ ആക്രമണം. പിന്നെ ബുഷേർ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ അണ്ടർഗ്രൗണ്ട് മിസൈൽ സ്റ്റോറേജ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അണ്ടർഗ്രൗണ്ട് മിസൈൽ ശേഖരം ഇസ്രായേലും അമേരിക്കയും അടിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ 3 ദിവസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ഫൂട്ടേജ് പുറത്തു വന്നിട്ടുണ്ട്. എയർബേസിന്റെ താഴെയാണ് ഈ തുരങ്കവും രഹസ്യ മിസൈൽ ഡിപ്പോയൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് ഇവർ ബങ്കർ ബസ്റ്റർ, ഞാൻ പലപ്പോഴായിട്ട് ബങ്കർ ബസ്റ്റർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിലരൊക്കെ തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ ബങ്കർ ബസ്റ്റർ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയ ഇമേജോട് കൂടിയുള്ള വീഡിയോ ഫുട്ടേജ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഹെസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ 16 പേര് ലൈറ്റ്ലി വൂണ്ടഡ് എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത വരുന്നത്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ റംലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡേ കെയറിലാണ് ഈ റോക്കറ്റ് വന്ന് പതിച്ചത്. അപ്പോൾ അതിൽ 16 പേർക്ക് ചെറുതായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ ആക്രമണത്തിൽ ബഹ്റൈനിലുണ്ടായ മേജർ അറ്റാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് US-ന്റെ 5th ഫ്ലീറ്റ് ബേസിൽ ഒരു അറ്റാക്ക് ഇറാൻ സക്സസ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീസാലിനേഷൻ വാട്ടർ പ്ലാന്റിൽ ഒരു അറ്റാക്ക് വിജയകരമായി തന്നെ ഇറാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓയിൽ പ്ലാന്റിന് നേരെയും ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ 3ഉമാണ് ബഹ്റൈനിൽ നടത്തിയ ആക്രമണങ്ങൾ. അപ്പോൾ ഇതിനെ തുടർന്ന് ബഹ്റൈൻ്റെ ഉള്ളിൽ പ്രോ ഇറാനിയൻ പ്രൊട്ടസ്റ്റ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ തുടങ്ങിയിട്ടുണ്ട് ഗവൺമെന്റിനെതിരെ. അങ്ങനെ ചെറിയ രീതിയിൽ അവിടെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ അടിച്ചമർത്തുന്നുണ്ട് ഗവൺമെന്റ്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലെ പ്രതിഷേധങ്ങൾ അവിടെ രൂപപ്പെടുന്നുണ്ട്. അത് ഷിയ സുന്നിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് ആണിത്. ശരിക്കും ഖത്തർ ആണെങ്കിൽ വല്ലാത്ത വിഷമത്തിലാണ്. ഖത്തറിന്റെ പ്രൈം മിനിസ്റ്റർ അബ്ദുറഹ്മാൻ അൽഥാനി പറഞ്ഞിരിക്കുന്നത്, ഇറാനെ ഞങ്ങൾ ഇങ്ങനെയല്ല കണ്ടത്, ഇറാനെ ഒരു സഹോദര തുല്യമായിട്ടുള്ള രാജ്യമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ വേറെ അവർ വേറെ എന്നുള്ള തലത്തിലുള്ള ഒരു വേർതിരിവ് വെച്ചുകൊണ്ടാണ് ഞങ്ങളോട് പെരുമാറിയത് എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെടുന്നു എന്നുള്ള തരത്തിലൊക്കെ ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്റർ ഇറാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ആദ്യമേ ഇറാനെ അറ്റാക്ക് നടത്തണം എന്ന് പറഞ്ഞിരുന്ന പല സാഹചര്യങ്ങളിലും ഖത്തർ ഇടപെട്ടുകൊണ്ടാണ് പലപ്പോഴായിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ അഗ്രഷനെ മാറ്റി നിർത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ഇത്രയും നാളും ഇങ്ങനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ഒരു മീഡിയേഷനെ പോലും അവർ മാനിക്കാതെ തരത്തിലുള്ള പെരുമാറ്റമാണ് ഇറാൻ ഇപ്പൊ പെരുമാറുന്നത്. എനിവേ ഇത് ചരിത്രം ഓർത്തു വെക്കും എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ഇതിപ്പം ഖത്തർ മാത്രമല്ല, ഒമാനും ഇതേ അഭിപ്രായമാണ്. ഒമാനും ഇതേപോലെ മീഡിയേഷൻ ഇറങ്ങി തിരിച്ചതാണ്. ഒമാനെയും അവർ ഇത്തരത്തിൽ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനുമായിട്ട് കട്ടകലിപ്പിലാണ് ഉള്ളത്. ഇതിനകത്ത് ഒരേ ഒരു പോയിന്റ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എത്ര വേഗത്തിൽ ഇറാന്റെ IRGC റെജീമിനെ മുട്ടുകുത്തിപ്പിക്കാൻ കഴിയുമോ അത്രയും വേഗത്തിൽ ഈ യുദ്ധം അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ പക്കൽ വിജയം നിലനിർത്താം. എത്രമാത്രം ഡിലേ ഉണ്ടാകുന്നോ അത്രമാത്രം ഫ്ലോപ്പ് ആവും ഈ യുദ്ധം അമേരിക്കയ്ക്കും ഇസ്രായേലിനും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഇസ്രായേലിന് നേട്ടമേ ഉണ്ടാവുള്ളൂ. കാരണം ഇസ്രായേൽ തകൃതിയായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് നേട്ടമുണ്ടാകുന്ന രീതിയിൽ ചെയ്യണോ അതെല്ലാം കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ട് താറുമാറായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ നടത്തുന്നത്. അതായത് IRGC ഭരണകൂടം ഇനി ഒരു 15-20 വർഷത്തേക്ക്
അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ ഉണ്ടായ നഷ്ടം നികത്താൻ വേണ്ടി തന്നെ അവർക്ക് ഒരു 20-25 വർഷം എടുക്കും. അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഇസ്രായേൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രീതിയിലാണ് അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണങ്ങൾ തുടരുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ വളരെ എഫക്റ്റീവായിട്ട് തന്നെയാണ് യുദ്ധം നടത്തുന്നത്. ഇറാൻ വിചാരിക്കുന്നത് ഒരു മാസം വേണമെങ്കിൽ ഇസ്രായേലും അമേരിക്കയും ഇങ്ങനെ ഇറാനെ അറ്റാക്ക് ചെയ്യുമായിരിക്കും, നിരന്തരം ഇങ്ങനെ ബംബാർഡ്മെന്റ് നടത്താൻ പറ്റുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. ഇസ്രായേൽ നിങ്ങൾ ഓർത്തോണം, October 7, 2023 തുടങ്ങിയ ബംബാർഡ്മെന്റ് ആണ്. ഇതുവരെ ഇസ്രായേൽ റെസ്റ്റ് എടുത്തിട്ടില്ല. അതായത് 3.5 കഴിഞ്ഞ് 4 വർഷത്തോളം ഇസ്രായേലിന് കണ്ടിന്യൂസ് ആയിട്ട് എയർ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇസ്രായേൽ ഒരു മാസമല്ല, അവർ 5 വർഷത്തേക്ക് വേണമെങ്കിലും ഇതേപോലെ ഇതേ എഫക്റ്റീവായ രീതിയിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സ്ട്രൈക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഇറാന് മനസ്സിലാവാത്ത കൊണ്ടാണ്. ഇറാൻ എത്രയും വേഗം ഒരു ടേബിളിൽ വന്നിരുന്ന് ചർച്ച നടത്തുന്നതായിരിക്കും അവർക്ക് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാണ്, അവർ കുറേ മിസൈലുകളൊക്കെ വിടും, കുറച്ച് ഡാമേജസ് ഒക്കെ സംഭവിക്കും. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിക്കോട്ടെ ഇസ്രായേലിലായിക്കോട്ടെ കുറേ ഡാമേജസ് ഒക്കെ സംഭവിക്കും. പക്ഷേ ഇറാന്റെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് IRGCയുടെ വീഴ്ച എന്ന് പറയുന്നത് പെർമനന്റ് ആയിരിക്കും. അതായത് ഇസ്രായേലിനെ മൈൻഡ് ചെയ്യാതെ ഇതേ അവസ്ഥയിൽ ഇറാൻ മുന്നോട്ട് സഞ്ചരിച്ചാൽ IRGCയുടെ വീഴ്ച ഉറപ്പാണ്. അതിൽ യാതൊരു മാറ്റമില്ല. ഈ മിസൈലുകൾ മാത്രം വെച്ചുകൊണ്ട് ഒരു കാലത്തും IRGCക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇനി അവർ എന്ത് മിസൈൽ ആയിക്കോട്ടെ, ക്ലിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള മിസൈലും ആയിക്കോട്ടെ, പക്ഷേ അവർക്ക് നേരിട്ടുള്ളൊരു കൺഫ്രണ്ടേഷൻ സാധ്യമല്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ചെറിയ രാജ്യമായിക്കോട്ടെ, ഒരു ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇസ്രായേൽ നടത്തുന്നത് പോലെയുള്ള എയർ സ്ട്രൈക്ക് നടത്താൻ കപ്പാസിറ്റി ഇറാൻ ഇല്ല. അത് യാഥാർത്ഥ്യമാണ്. അല്ലാതെ ലോങ് ഡിസ്റ്റൻസിൽ 2000 കിലോമീറ്ററിന് അപ്പുറത്ത് നിന്ന് മിസൈൽ വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടും. വളരെ തുച്ഛമായ 1-2 മിസൈലുകൾ എവിടെയെങ്കിലേക്ക് വീഴുമായിരിക്കും. അത് ഇറാൻ ഒരിക്കലും ഒരു വിജയം നേടിക്കൊടുക്കില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പോരാഞ്ഞതിന് ഇസ്രായേലിന്റെ പക്കൽ അമേരിക്കയും കൂടിയുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അവർക്കൊപ്പം നിൽക്കും ഇൻഡയറക്റ്റ് ആയിട്ട്. ഇത് ഇറാന്റെ ഒരു പരാജയമായിട്ട് മാറും. അത് അങ്ങനെ തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇറാൻ ഡയറക്റ്റ് ആയിട്ട് ചർച്ചയിലൂടെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് IRGCയുടെ വീഴ്ചയിൽ തന്നെ പോയി അവസാനിക്കും. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു വിലയിരുത്തലാണ് നമ്മളിവിടെ നടത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.